التمسك بالأثر نجاه. ما أعظم واجب علينا ما أعظم واجب علينا നമ്മളുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ വാജിബ്, ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധം, നമ്മൾ ഏറ്റവും ആദ്യം പൂർത്തീകരിക്കേണ്ട ബാധ്യത അതെന്താണ്? അതിൻ്റെ ഉത്തരം എന്താ? ഇവിടെ കൊടുത്തിട്ടുള്ളത് തൗഹീദ്. തൗഹീദാണ്. നമ്മുടെ മേൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആദ്യം പൂർത്തീകരിക്കേണ്ട ബാധ്യത തൗഹീദാണ്. എന്താണ് തൗഹീദ്? ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു താരീഫാണ് ഇവിടെ കൊടുക്കുന്നത്. തൗഹീദ് എന്നാൽ വഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വതആല ബിമാ യസ്തഹിഖു. ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വതആല ബിമാ യസ്തഹിഖു എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അർഹിക്കുന്ന കാര്യങ്ങളിൽ അവനെ ഏകനാക്കൽ എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാത്രമായി ചില പ്രത്യേക കാര്യങ്ങൾ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം നൽകുമ്പോൾ നമ്മൾ തൗഹീദുള്ളവരാകുന്നു. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടേത് മാത്രമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹുവിനും മറ്റേതെങ്കിലും സൃഷ്ടികൾക്കും നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ തൗഹീദ് ഇല്ലാത്ത ആളുകളായി തീരുന്നു. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം ഉള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് പ്രാർത്ഥിക്കപ്പെടാൻ ഉള്ള അർഹത. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിയുക, അവനോട് ചോദിക്കുക, അവനോട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുക, നമ്മുടെ സഹായങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് അവനോട് തേടുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മാത്രമായിരിക്കണം എന്നുള്ളത് അവൻ ഖുർആനിലൂടെയും ഹദീസുകളിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിഷയമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, ഞങ്ങൾ നിന്നെയേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ നൽകപ്പെടാനുള്ള അർഹതയുള്ളൂ. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ അത് മറ്റാർക്കെങ്കിലും നൽകാം, മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കാം. റസൂലിനോടോ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ ഏതെങ്കിലും മലക്കിനോടോ, അല്ലെങ്കിൽ ജിന്നിനോടോ, അല്ലെങ്കിൽ സ്വാലിഹായ ഒരു വ്യക്തിയോടോ, അത് ആലിമായിക്കോട്ടെ, ആബിദായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയായിക്കോട്ടെ, മഹത്തുക്കളായിക്കോട്ടെ, സാദാത്യങ്ങളായിക്കോട്ടെ, എന്ത് സൃഷ്ടിയാണെങ്കിലും എത്ര മഹത്വമുള്ള ആളാണെങ്കിലും ഇബാദത്ത് നൽകപ്പെടാനുള്ള അർഹത, പ്രാർത്ഥിക്കപ്പെടാനുള്ള യോഗ്യത അത് റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരാൾ തൗഹീദുള്ള ഒരാളായി തീരുന്നു. എന്നാൽ പ്രാർത്ഥിക്കപ്പെടാനുള്ള അർഹത ഈ വലിയനുമുണ്ട്, അല്ലെങ്കിൽ ഈ മലക്കിനുമുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ വ്യക്തികൾക്കോ ശക്തികൾക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവിടെ തൗഹീദ് നഷ്ടപ്പെട്ടു പോകുന്നു, തൗഹീദില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറ്റൊരു ഉദാഹരണമാണ് ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. റസൂലേ പറയണം, ആകാശത്തായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ ഗൈബ് മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല എന്ന് റസൂലെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം.
എന്ന് മാത്രമല്ല റസൂലിനോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുന്നു, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂ. റസൂലെ, താങ്കൾ പറയണം, എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഖൈറുകൾ കരസ്ഥമാക്കിയേനെ, എൻ്റെ ജീവിതത്തിൽ ഒരു ഷർറും ബാധിക്കാതിരുന്നേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. നമ്മളെ നോക്കി നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ മനസ്സിലാൻ വേണ്ടി മാത്രം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടായ ഒരു സന്ദർഭമാണ്, ദിവസങ്ങളോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടിയ ഒരു സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബത്തായ പ്രിയതമയായ ഉറ്റ തോഴിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മദീനത്തുള്ള മുനാഫിക്കുകൾ വ്യഭിചാര ആരോപണം ഉന്നയിച്ച സന്ദർഭം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ഒരു പ്രയാസം, അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി അവതരിപ്പിക്കുന്നത് വരേക്കും നിലനിന്നിരുന്നു. അള്ളാഹു വഹി അവതരിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ കാര്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കണം, തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം നിൽക്കുന്ന നാട്ടിൽ നിന്ന് വളരെ ചെറിയൊരു ദൂരത്തിൽ മാത്രം നടക്കുന്ന ഒരു സാഹചര്യം, അതും തൻ്റെ ഏറ്റവും പ്രിയതമയായ, തന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള കാര്യം. അതിൽ പോലും ഏറ്റവും ഉത്തമനായ സൃഷ്ടിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് സൃഷ്ടിക്കാണ്, ഏത് കാര്യത്തെ പറ്റിയാണ് അറിയാൻ സാധിക്കുക? പിന്നെ ഒരുപാട് വിശേഷണങ്ങൾ അല്ലെ അള്ളാഹു പറഞ്ഞു, വയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വയ്യുരിദ്ക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലി. അള്ളാഹു നിനക്കൊരു ഉപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നീക്കിത്തരാൻ അവനല്ലാതെ മറ്റാരുമില്ല. അവൻ നിനക്കൊരു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഔദാര്യത്തെ തട്ടിമാറ്റാനും ആരുമില്ല. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, തെറ്റുകൾ പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം വിശേഷണങ്ങളിൽ ഒന്നുപോലും അള്ളാഹുവിനെ കൂടാതെ മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നത് തൗഹീദിന് എതിരാണ്. അള്ളാഹു കേൾക്കുന്നത് പോലെ മറ്റേതെങ്കിലും സൃഷ്ടികൾ കേൾക്കുമെന്നോ, അള്ളാഹു അറിയുന്നത് പോലെ മറ്റേതെങ്കിലും സൃഷ്ടികൾ അറിയുമെന്നോ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം അള്ളാഹു പഠിപ്പിച്ചു തന്നതാണ് സന്താനങ്ങളെ നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അപ്പം മറ്റേതെങ്കിലും ശക്തികൾക്ക് സന്താനങ്ങളെ നൽകാൻ സാധിക്കും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ തൗഹീദില്ലാത്തവനായി. മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് എൻ്റെ തെറ്റുകൾ പുറത്തു തരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ തൗഹീദില്ലാത്തവനായി. മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക്, ശക്തികൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം നിശ്ചയിക്കാൻ സാധിക്കുമെന്നോ ഒരു ഖൈർ നിശ്ചയിക്കാൻ സാധിക്കുമെന്നോ വിശ്വസിച്ചാൽ അവൻ തൗഹീദില്ലാത്തവനായി. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം, അവന് മാത്രം അർഹിക്കുന്ന, അവന് മാത്രം യോജിക്കുന്ന കാര്യങ്ങൾ അത് അവന് മാത്രം വകവെച്ചു കൊടുക്കുക. അവനെ അതുള്ളൂ, മറ്റാർക്കും ആ ഒരു പ്രത്യേകതയില്ല, മറ്റാർക്കും അതിന് അർഹതയില്ല, മറ്റാരും അതിന് യോഗ്യരല്ല എന്ന ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം, ഇതാണ് തൗഹീദ്. ഇതാണ് നമ്മുടെ മേലുള്ള ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തരും, നമ്മൾക്ക് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പെടുക്കുന്നതിനേക്കാളും ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാളും എന്തൊരു കാര്യത്തിനേക്കാളും നമ്മളുടെ മേൽ ഏറ്റവും അധികം ബാധ്യതയാകുന്ന കാര്യം ഈ തൗഹീദാണ്.
അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് താഴെ. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ അവൻ മാത്രം അർഹിക്കുന്ന, അവന് മാത്രം യോജിച്ച കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക. അത് അള്ളാഹുവിനേ ഉള്ളൂ. സൃഷ്ടിക്കുന്നത് അള്ളാഹു മാത്രമാണ്. ചെടികൾ മുളപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ്. മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ്. കാറ്റ് വീശിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ്. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അള്ളാഹു മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ തീരുമാനം കൊണ്ട് മാത്രമാണ്. നമുക്കൊരു എളുപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ റബ്ബ് നിശ്ചയിച്ചതുകൊണ്ട് മാത്രമാണ്. നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങൾ, ആരോഗ്യമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ, എന്തൊരു കാര്യം, എന്തൊക്കെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ലഭിച്ചത് അള്ളാഹു തന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് കൃത്യമായ ഉറച്ച ബോധ്യം നമുക്ക് വേണം. അവന് യോജിക്കുന്ന കാര്യങ്ങൾ അത് അവനെ അർഹിക്കുന്നുള്ളൂ. മറ്റാർക്കും അതിന് അർഹതയില്ല, ആർക്കുമില്ല. അതെത്ര വലിയ സൃഷ്ടികളായിക്കോട്ടെ, നമ്മുടെ റസൂലായ ഏറ്റവും ഉത്തമനായ സൃഷ്ടിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും എന്തില്ല, അള്ളാഹുവിന് മാത്രമായിട്ടുണ്ട്, അവനെ അതുള്ളൂ എന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് അള്ളാഹുവിനേ ഉള്ളൂ, അള്ളാഹു മാത്രമേ അത് അർഹിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കലാണ് തൗഹീദ്.